ഹലോ ഗൈസ്, നമുക്കിന്ന് നല്ല ഒരു ഓണം മൂഡ് കാണാം. വരൂ കൂട്ടുകാരെ, എൻ്റെ സൂപ്പർ സിമി എന്നുള്ള ചാനലിൽ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് സ്വാശ്രയ സംഘത്തിൻ്റെ നവയുഗ സ്വാശ്രയ സംഘം എന്ന പേരിലുള്ള ഒരു ഗ്രൂപ്പിൻ്റെ അവരുടേതായ ഒരു ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് പായസം വെക്കുന്ന ഒരു ഇതാണ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത് കേട്ടോ. അവർ ചെയ്യുന്ന ഓരോ നല്ല കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. അവരുടെ കൂട്ടായ്മയും ഒക്കെ ഒരു നല്ലൊരു എല്ലാവർക്കും അതൊരു മാതൃകയാക്കാവുന്നതാണ്. ഇന്നത്തെ കാലത്ത് അതിങ്ങനെ കുറവായിക്കൊണ്ടിരിക്കുന്നതാണ് ആ ഒരു കൂട്ടായ്മ. അപ്പം അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം എല്ലാവരും എൻ്റെ സൂപ്പർ സിമി എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. വരൂ കൂട്ടുകാരെ, നമുക്ക് അവരുടേതായ ആ പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് കാണാം. ഞങ്ങൾ പണിയെടുത്താൽ വന്നെ ഇവിടെ അത്ര എടുത്തിട്ടുണ്ടോ? പശുപ്പുണ്ടാവുള്ളൂ. ഇൻപുട്ട് ഔട്ട്പുട്ട് അതിറങ്ങിയിരിക്കല്ലേ? അല്ല ഇൻപുട്ട് അല്ലേ, കുഴപ്പമില്ല. ഇത് ഓഫ്, ഇവിടെ ഓഫാണ്. ആദ്യത്തെ ഇച്ചിരി തീ കൂടുതൽ കിട്ടോ, അത് ചൂട് പിടിക്കാനായിട്ട്. എടാ, നമ്മുടെ കണ്ണഞ്ചേരനെ കണ്ട ആ ചട്ടി ഒരു മറ്റു വലിയ ചട്ടകം ഇങ്ങനെ ഇതാക്കി. രണ്ടു ബ്രെഡ് കൂടി പഠിക്കായിരുന്നു, മുക്കടിക്കാല്ലേ? റോസ്റ്റ് ചെയ്ത് ചൂടാകുമ്പോഴത്തേക്കൊക്കെ ആൾക്കാരൊക്കെ ഒന്ന് ഇതാകണ്ട, വീഡിയോ നല്ല ഇതൊക്കെ ആയിട്ട്. ഇങ്ങനെ വന്നപ്പോ എല്ലാവരും പോണവരൊക്കെ പഴം തെറ്റിക്കുന്നുണ്ട്. ആ ഉണ്ടായതാണ് ഇവിടെ ഉണ്ടായത്. കത്തിയുടെ സൗണ്ട് കേട്ടാൽ മതി. വെച്ചിങ്ങനെ വെച്ചപ്പോ ഓ എടാ നോക്ക
ചേട്ടാ വലുതെടുക്ക് ചേട്ടാ, വലിയ സംഭവം എടുക്ക്. ആ കഴി വെച്ചിട്ടുണ്ട്, ആ സൈഡിൽ ചാരി വെച്ചിട്ടുണ്ട്. കൈ ദേ ഇവിടെ കഴിക്കുക ചേട്ടാ. ആ ഇട്ടോ ഇട്ടോ ഇട്ടോ. നീ അപ്പൊ എന്നോട് ചോദിക്കാണ്ട് കൊടുത്തിട്ട് പണിക്ക് വന്നിട്ട് കൊടുത്തത് നമ്മുടെ ആയുധം അതിലും വന്നില്ലേ നമുക്ക് ജാക്യാമറ ടീമൊക്കെ ഇട്ടു. എല്ലാരും പാത്രം കൊണ്ട് നിറണ്ട. പാത്രം കൊണ്ടുവരുന്നുണ്ടോ? സ്റ്റീൽ പാത്രം കൊണ്ടുവരും വേണം കേട്ടോ. രണ്ട് വീട്ടുണ്ടല്ലോ, ഒരെണ്ണം അങ്ങോട്ടും കൊണ്ടുപോകണം, ഒരെണ്ണം വീട്ടിലെ കൊണ്ടുപോകണ്ട. പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സുഹൃത്തുണ്ട്, അപ്പൊ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടറിനടുത്ത് കാണിച്ചിട്ട് പിന്നെ അതെ അല്ല അപ്പൊ ഫ്രെയിമിന്റെ ഉൾപ്പെടെ ഞാൻ ആദ്യം എടുക്കുന്ന ഭംഗിയായിട്ട് അത് തന്നെ അത് തന്നെ. ഒരു പഴയ എല്ലാരും നോക്കാം. ആവശ്യക്കാര് ക്ലാസ് എടുത്തിട്ടുണ്ടെന്ന് ക്ലാസ് ഇരിക്കണ്ട, ക്ലാസ് അല്ലേ ഇരിക്കണ. കൊണ്ട് കൊടുക്കണം. അഭ്യോണം എല്ലാം പാത്രം ഞാൻ പറയട്ടെ. സംഘത്തിന്റെ എല്ലാവരുടെ അനുവാദത്തോടുകൂടി നമ്മളെ സംഘത്തിലെ അംഗമായിട്ടുള്ള ശ്രീമാൻ അമ്മക്ക് പൊന്നാട അണിയിക്കുന്ന ചടങ്ങാണ്. അതിന് വേണ്ടിയിട്ട് പ്രസിഡന്റ് പൊന്നാട അണിയിക്കുന്ന നമ്മ മുതിർന്ന, അതായത് പ്രായം ചെന്ന അമ്മമാരെ നമ്മൾ ആദരിക്കുന്ന ചടങ്ങിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പൊന്നാട അണിയിക്കുന്നതിന് വേണ്ടിയിട്ട് സംഘത്തിൻ്റെ പ്രസിഡന്റ് എന്നെ ബഷീറിനെ ക്ഷണിച്ചു പോകുന്നു. എല്ലാവരും ഭാഗത്തുമായി
ട്രഷറാണ്. ഒരു ക്യാഷ് അവാർഡുണ്ട്. അപ്പോൾ ചെറിയൊരു സഹായം. അപ്പോൾ എല്ലാവർക്കും നന്ദി. പതിവ് പോലെ എല്ലാ വർഷത്തെയും പോലെ മീര ചേച്ചിയുടെ ഓണക്കോടിയും എത്തി ഞങ്ങൾക്കുള്ളത്. ഇത് ഇടുന്നോർത്തിട്ടല്ല, മീര ചേച്ചി വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് തരുന്നതാണ് കേട്ടോ. അപ്പോൾ മീര ചേച്ചിക്ക് വളരെ താങ്ക് യു. ചേച്ചിക്ക് നന്മ വരട്ടെ. എല്ലാ വർഷവും ഞങ്ങൾക്കിത് ഉള്ളതാണ് കേട്ടോ. അല്ലാണ്ട് ഈ വർഷമായിട്ടുള്ളതല്ല, നേരത്തെ തുടങ്ങിയേ ഞങ്ങൾക്ക് മീര ചേച്ചി തരുന്നതാണ്. ഹലോ ഗൈസ്, കണ്ടോ? നവയുഗ സ്വാശ്രയ സംഘത്തിലുണ്ടാക്കിയ പായസമാണിത്. കണ്ടോ? പാലടപ്രഥമനാണ്. എല്ലാവരും അത് പായസം ഉണ്ടാക്കി അതിൽ ഓരോ മെമ്പേഴ്സും അവരവരുടെ വീടുകളിൽ പാക്ക് ചെയ്ത് കൊണ്ടുപോയി. അപ്പം ഞാൻ അത് കഴിക്കാൻ പോവുകയാണ്. കണ്ടിട്ട് തന്നെ നല്ല കൊതി വരുന്നുണ്ട്. കാണിച്ചു തരാം. സൂപ്പറാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ഐസ്ക്രീം പോലെ ഇരിക്കുന്നുണ്ട്. നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ ഓണത്തിൻ്റെ ആദ്യത്തെ പായസം ഈ വർഷത്തെ. ബാക്കി നമുക്ക് ഇനി അടുത്ത വ്ളോഗിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ.